എംബ്രിയോ ട്രാൻസ്ഫർ IVFന്റെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് തന്നെയാണ്. ലാബിലുണ്ടാക്കിയ എംബ്രിയോ യൂട്രൈൻ ക്യാവിറ്റിയിൽ ഡിപ്പോസിറ്റ് ചെയ്യും. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും അത് കഴിഞ്ഞും അതിനു മുമ്പായിട്ടും ഒക്കെ കപ്പിൾസിൽ ഒരുപാട് ഡൗട്ട്സ്, ക്വസ്റ്റ്യൻസ്, ക്വയറീസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ IVFന്റെ റിസൾട്ട് പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായിട്ടും എംബ്രിയോ ട്രാൻസ്ഫറിന്റെ സമയത്തും എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷവും നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്ന് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് IVF സക്സസ് ആകാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ടിപ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധിച്ച് തന്നെ കാണുക. കാരണം ഇതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അത് നിങ്ങളുടെ റിസൾട്ടിനെ വളരെ നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങളിൽ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജെനി. നിങ്ങൾ നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്തിരിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണ്, യൂസ്ഫുൾ ആവുകയാണ് എങ്കിൽ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്തുള്ള കുട്ടി ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഒട്ടും ഡിലേ ഇല്ലാതെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായിട്ട് പ്രത്യേകമായിട്ടും 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ആ 5 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം, എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പ് അത് ഫ്രഷ് എംബ്രിയോ ട്രാൻസ്ഫർ ആയാലും ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ആയാലും കുറേ സപ്പോർട്ടീവ് മെഡിസിൻസ് നിങ്ങൾക്ക് നേരത്തെ തരും. അതിൽ പ്രൊജസ്ട്രോൺ ജെൽ കാണും, പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻ കാണും, ചിലപ്പോൾ ഈസ്ട്രോജൻ ടാബ്ലറ്റും കാണും. ഈ മെഡിസിൻസ് ഒക്കെ നിങ്ങൾ ഡോക്ടർ പറയുന്ന പോലെ തന്നെ അതേ ഡോസിൽ എടുക്കാൻ ശ്രമിക്കുക. ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ ദിവസം ഹോസ്പിറ്റലിൽ രാവിലെ എത്തുമ്പോൾ രാവിലത്തെ മെഡിസിൻ്റെ ഡോസ് മിസ് ചെയ്യും. അത് മാത്രമല്ല, ചിലപ്പോഴൊക്കെ മെഡിസിൻസ് കൂടെ കരുതുവാനും മറന്നുപോകും. അപ്പോൾ ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പുള്ള മെഡിക്കേഷൻസ്, അതിൻ്റെ സമയം, അതിൻ്റെ ഡോസ് ഇത് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡോസ് പോലും മിസ് ചെയ്യാതെ വേണം നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എത്താൻ. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് പാരാമീറ്റർ ആണ് എംബ്രിയോ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഡിസിഷൻ സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് ഡോക്ടർ സ്വയമായി എടുക്കും എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. എംബ്രിയോ ട്രാൻസ്ഫറിൽ എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഇത് ഡോക്ടർ നിങ്ങളോട് ഡിസ്കസ് ചെയ്താണ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് ട്വിൻ പ്രഗ്നൻസി വേണ്ട എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സിംഗിൾ ബേബി മതി എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഡോക്ടറോട് ക്ലിയർലി പറയണം. അതനുസരിച്ച് ഡോക്ടർ നിങ്ങളെ കൗൺസിൽ ചെയ്ത് സക്സസ് റേറ്റ് ഒക്കെ പറഞ്ഞ് പിന്നീട് എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യും. ചില കപ്പിൾസ് കുറേ വർഷം കൊണ്ട് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് IVFനായിട്ട് വരുമ്പോൾ അവർക്ക് ട്വിൻസ് ആയാലും അവർക്ക് പ്രോബ്ലം ഇല്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ എങ്കിൽ അതും നിങ്ങൾ ഡോക്ടറോട് ക്ലിയർലി പറയണം. അപ്പോഴാണ് നിങ്ങളുടെ ഡോക്ടർ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഡിസിഷൻ എടുക്കും. നിങ്ങൾക്ക് തനിയെയും ഈ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റത്തില്ല. നിങ്ങളും നിങ്ങളുടെ ഡോക്ടറും ഒരുമിച്ചാണ് ഈ ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. അതനുസരിച്ചാണ് എത്ര എംബ്രിയോസ് ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. മൂന്നാമത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നോർമലി പേഷ്യൻസ് ടെൻഷൻ കാരണം കൊണ്ടൊക്കെ എംബ്രിയോ ട്രാൻസ്ഫറിന് വെറും വയറ്റിൽ ഒന്നും കഴിക്കാതെ പോകുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. എംബ്രിയോ ട്രാൻസ്ഫർ മിക്ക ഹോസ്പിറ്റലിലും ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും കാണാറ്. അപ്പോൾ അൺനെസസറി ഒന്നും കഴിക്കാതെ എംബ്രിയോ ട്രാൻസ്ഫറിൻ്റെ സമയം വരെ അങ്ങനെ ഇരിക്കുന്നത് അത്ര നല്ലതല്ല. അപ്പോൾ നിങ്ങൾ ഓർക്കുക, എംബ്രിയോ ട്രാൻസ്ഫർ 99% കേസസിലും മഴക്കാതെ ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് രാവിലെ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാവുന്നതാണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് പോകുമ്പോൾ ഫാസ്റ്റിംഗ് ഇരിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ നിങ്ങളോട് ഡോക്ടർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ചെയ്യുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൺസെൻറ്റ്. എംബ്രിയോ ട്രാൻസ്ഫർ വൈഫിൻ്റെയും ഹസ്ബൻഡിൻ്റെയും സിഗ്നേച്ചർ ഇല്ലാതെ ചെയ്യാൻ പറ്റത്തില്ല.
ചിലപ്പോഴൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ പിക്കപ്പ് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും എംബ്രിയോ ട്രാൻസ്ഫർ. അപ്പോൾ ഹസ്ബൻഡ് വേറെ സ്ഥലത്തൊക്കെയാണ് ജോബ് ചെയ്യുന്നതെങ്കിൽ ഹസ്ബൻഡ് തിരിച്ചു പോകും. എംബ്രിയോ ട്രാൻസ്ഫറിന്റെ കൺസെന്റിൽ ഹസ്ബൻഡിന്റെ സിഗ്നേച്ചർ വേണം എന്നുള്ളത് കമ്പൽസറി ആയ കാര്യമാണ്. ചില ക്ലിനിക്സിൽ കൺസെന്റ് പിക്കപ്പിന്റെ ദിവസം തന്നെ മേടിക്കാറുണ്ട്. പക്ഷേ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ മുമ്പായിട്ടും എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്താണ് തീരുമാനിക്കുന്നത്. അതിന് ഹസ്ബൻഡിന്റെ കൺസെന്റ് വേണം എന്നുള്ളതും നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ കൺസെന്റിനായിട്ട് ഹസ്ബൻഡും കൂടെ വേണം. ഒരു പക്ഷേ ഹസ്ബൻഡിന് വരാൻ കഴിയില്ലെങ്കിൽ ഡോക്ടറുമായിട്ട് നേരത്തെ ഡിസ്കസ് ചെയ്ത് ഇടയ്ക്ക് കൺസെന്റ് സൈൻ ചെയ്ത് വെപ്പിക്കുക. അല്ലെങ്കിൽ വീഡിയോ കൺസെന്റിന് നിങ്ങൾ കാണിക്കുന്ന ക്ലിനിക്കിൽ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. പക്ഷേ ഇതുകൊണ്ടൊക്കെയുള്ള ആൻസൈറ്റി ലാസ്റ്റ് മിനിറ്റിൽ അത് അൺനെസസറി ആണ്. ഈ എല്ലാ കാര്യങ്ങളും നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വേണം മുന്നോട്ട് പോകാനായിട്ട്. ലാസ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ എംബ്രിയോസ് ഫോം ആയി ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഒരു പ്രാവശ്യം എത്ര എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത് ഡോക്ടറും കപ്പിൾസുമായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എംബ്രിയോസ് യൂട്രൈൻ വാളിൽ ഇംപ്ലാന്റ് ആകുമോ ഇല്ലയോ, പ്രഗ്നൻസി ആകുമോ ഇല്ലയോ, ഇതൊന്നും നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. എംബ്രിയോ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയർ നിങ്ങൾ വളരെ റിലാക്സ് ആയിട്ട് വേണം ചെയ്യിപ്പിക്കാനായിട്ട്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒട്ടും ടെൻഷൻ ആവാൻ പാടില്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പെർട്ടിക്കുലർ മ്യൂസിക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഡോക്ടറിനോട് തുറന്നു പറയുക. ഇപ്പോഴൊക്കെ കൂടുതലും ക്ലിനിക്സിൽ ഇങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ എത്രയും സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുമോ അത്രയും എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ യൂട്രസിലെ കോൺട്രാക്ഷൻസ് കുറഞ്ഞിരിക്കും. നിങ്ങൾക്കും കോപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മുടെ റിസൾട്ടും പോസിറ്റീവ് ആയിട്ടിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം എംബ്രിയോ ട്രാൻസ്ഫറിന്റെ സമയത്തും എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫറിന് പോകുമ്പോൾ നിങ്ങളുടെ ആ IVF ടീമിൽ നിന്നുള്ള ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ വേണം നിങ്ങളുടെ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ. കാരണം എംബ്രിയോ ട്രാൻസ്ഫർ സിമ്പിൾ പ്രൊസീജിയർ ആണെന്ന് പറഞ്ഞാലും ഇത് IVFന്റെ ഏറ്റവും ക്രൂഷ്യൽ സ്റ്റെപ്പ് തന്നെയാണ്. എംബ്രിയോ ട്രാൻസ്ഫർ എത്ര ജെന്റിലായിട്ട് നടക്കുമോ അത്രയും പോസിറ്റീവ് റിസൾട്ടിന് ചാൻസ് കൂടും. നിങ്ങളുടെ എംബ്രിയോ എത്ര നല്ല ക്വാളിറ്റി ആണെങ്കിലും ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ IVF സൈക്കിൾ ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് IVF ടീമിൽ നിന്നും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടറെ കൊണ്ട് ട്രാൻസ്ഫർ ചെയ്യിക്കണം എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് മോക്ക് ട്രാൻസ്ഫർ. ആക്ച്വൽ എംബ്രിയോ ട്രാൻസ്ഫർ നടത്തുന്നതിന് മുമ്പായിട്ട് മോക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാൽ യൂട്രൈൻ ക്യാവിറ്റിയുടെ ലെങ്ത്, ഡയറക്ഷൻ, സെർവിക്കൽ കനാലിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ നമുക്ക് നേരത്തെ മനസ്സിലാക്കാൻ പറ്റും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് സോണോഗ്രഫി ചെയ്യുമ്പോൾ ഹൈഡ്രോസാൽപിനിക്സ് ഉണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഹൈഡ്രോസാൽപിനിക്സ് എന്ന് പറഞ്ഞാൽ ട്യൂബിലുള്ള ഫ്ലൂയിഡ് എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം യൂട്രൈൻ ക്യാവിറ്റിയിൽ ലീക്ക് ചെയ്യും. അപ്പോൾ ആ ഫ്ലൂയിഡ് എംബ്രിയോയ്ക്ക് ടോക്സിക് ആണ്. അത് എംബ്രിയോനെ ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇത് മെക്കാനിക്കലിയും എംബ്രിയോനെ ഡിസ്പ്ലേസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രോസാൽപിനിക്സ് പ്രസന്റ് ആണെങ്കിൽ എംബ്രിയോ ട്രാൻസ്ഫറിന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സർജിക്കലി ഇതിനെ റിമൂവ് ചെയ്യിപ്പിക്കണം. അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ടെസ്റ്റുകളെല്ലാം ഫ്രീക്വൻ്റ്ലി നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. സോണോഗ്രഫി യൂട്രസിന്റെ ലൈനിങ് നോക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. ബ്ലഡ് ടെസ്റ്റും ചിലപ്പോൾ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഒട്ടും ഹെസിറ്റേറ്റ് ചെയ്യരുത്. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലം ഐഡൻറ്റിഫൈ ആയാൽ അത് കറക്റ്റ് ചെയ്തിട്ട് എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ബിഗ് പ്രോബ്ലം ആണെങ്കിൽ ആ സൈക്കിളിൽ തന്നെ ചെയ്യാൻ പറ്റിയില്ലെന്നും വരും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ആ സൈക്കിളിൽ നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചാൽ ചിലപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ അല്ലെങ്കിൽ IVF ഫെയിൽ ആകാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പും അത് കഴിഞ്ഞും ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്ലിമെന്റ്സ്, ഫോളിക് ആസിഡ്, വൈറ്റമിൻ D3, മൾട്ടി വൈറ്റമിൻസ് പോലത്തെ തരും. അത് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത് ഏജ് കൂടുന്തോറും എംബ്രിയോ ട്രാൻസ്ഫറിന്റെ നമ്പർ നിങ്ങൾക്ക് കൂട്ടേണ്ടതായിട്ട് വരും. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ശേഷം നിങ്ങൾ ഒരു കാരണവശാലും ബെഡ് റെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് റെസ്റ്റ് വേണം, പക്ഷേ ബെഡ് റെസ്റ്റ് വേണ്ട. എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ബെഡ് റെസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ നിങ്ങളോട് പറയും.
ട്രാൻസ്ഫറിന് മുമ്പായിട്ട് നിങ്ങൾ റുട്ടീനിൽ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഹെവി വർക്ക് അവോയ്ഡ് ചെയ്യണം, പക്ഷേ നിങ്ങൾക്ക് നടക്കാവുന്നതാണ്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതൊക്കെ നിങ്ങൾ ചെയ്യുക. സ്ട്രെസ് മൂലം ഉണ്ടാവുന്ന ഹോർമോൺസ് ഇംപ്ലാന്റേഷൻ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ, സ്ട്രെസ് ഇതെല്ലാം ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്ത് വളരെ റിലാക്സ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഡയറ്റിനെ ബേസ് ചെയ്താണ്. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അല്ലെങ്കിൽ നാച്ചുറലിയും നിങ്ങൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽത്തി, ന്യൂട്രീഷ്യസ്, ബാലൻസ് ഡയറ്റ് ഫോളോ ചെയ്യുക. ഡയറ്റിൽ നന്നായി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഫൈബേഴ്സ്, എല്ലാ വൈറ്റമിൻസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ആൽക്കഹോൾ, കഫെയിൻ, ടൊബാക്കോ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. വെളിയിലത്തെ ജങ്ക് ഫുഡ് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യേണ്ടി വരും. കാരണം ഇങ്ങനത്തെ ഫുഡ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു സമയത്ത് ഇൻഫെക്ഷൻ നിങ്ങൾക്ക് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന എല്ലാ ഹോർമോണൽ സപ്പോർട്ട് മെഡിസിൻസും റെഗുലർ ഇന്റർവെല്ലിൽ, റെഗുലർ ടൈമിൽ, കറക്റ്റ് ഡോസിൽ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ ഒരു കാര്യം പ്രഗ്നൻസിയെ ഇംപ്ലാന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ റോൾ തന്നെയാണ് വഹിക്കുന്നത്. നേരത്തെ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രോബ്ലംസിന് എന്തെങ്കിലും മെഡിസിൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എന്തായാലും ഡോക്ടറെ ഇൻഫോം ചെയ്യുക. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന് ചൂട് കൊള്ളിക്കുന്ന ഒരു കാര്യവും നിങ്ങൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ചെയ്യാൻ പാടില്ല. ഹോട്ട് ബാത്ത്, ഹോട്ട് ഷവർ ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക. കാരണം ഹീറ്റ് പ്രഗ്നൻസി ഇംപ്ലാന്റേഷന് നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടാക്കും. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക. കാരണം എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം പെൽവിക് റെസ്റ്റ് അത്യാവശ്യമാണ്. കാരണം ഇന്റർകോഴ്സ് കൊണ്ട് യൂട്രൈൻ കോൺട്രാക്ഷൻസ് കൂടും. കോൺട്രാക്ഷൻ കൊണ്ട് എംബ്രിയോ ഇംപ്ലാന്റ് ആകില്ല. അപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഇന്റർകോഴ്സ് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എംബ്രിയോ ട്രാൻസ്ഫറിന്റെ ശേഷവും എംബ്രിയോ ട്രാൻസ്ഫറിന്റെ സമയത്തും എംബ്രിയോ ട്രാൻസ്ഫറിന് മുമ്പും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ടിപ്സ്. ഈ ടിപ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എംബ്രിയോ ഇംപ്ലാന്റേഷന്റെ റേറ്റ് കൂട്ടാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക് റിലേറ്റഡോ വേറെ ഏതെങ്കിലും ഒരു ടോപ്പിക് റിലേറ്റഡോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലോ വേറെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിലൂടെ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്.